കേന്ദ്രത്തിന് ചട്ടുകമായും സംസ്ഥാന അസംബ്ലി ചേരാൻ പോലും വിസമ്മതി രേഖപ്പെടുത്തുകയും ചെയ്ത വ്യത്യസ്തനായ ഗവർണറാണ് ബീഹാർ ഗവർണറായി സ്ഥലം മാറിപ്പോകുന്ന നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ പുതിയ ഗവർണറായി ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അഗർക്കറാണ് ചുമതലയേൽക്കുന്നത്. എന്തായാലും കാര്യം സിമ്പിളാണ്. ഇടതുപക്ഷത്തിനിപ്പോൾ മുൻവിധിയൊന്നുമില്ല. ഭരണഘടനാപരമായി പ്രവർത്തിച്ചാൽ മാത്രം മതി ഗവർണർ. ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് നിലവിലുള്ള ഗവർണർ സ്വീകരിച്ചിട്ടുള്ളതെന്ന പരാതി കേരളത്തിനുണ്ട്. അതിന് വെള്ളപൂശാനും മഹത്വവൽക്കരിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് തികച്ചും കേരള വിരുദ്ധമായ സമീപനമാണ്. പുതിയ ഗവർണർ വന്നിരിക്കുന്നു. BJP ആണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സർക്കാർ പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ടു പോകുന്ന ഗവർണറെയാണ് കേരളം കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു നിലവിലുള്ള ഗവർണർ. അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തേണ്ടതുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇനിയെങ്കിലും തെറ്റേറ്റു പറയാനുള്ള മനസ്സ് കാണിച്ചത് നന്ന്. ഗവർണർക്ക് ദീർഘായുസ്സും നല്ല ബുദ്ധിയും ഉണ്ടാകട്ടെ എന്ന് AK ബാലൻ ആശംസിക്കുന്നു. സംസ്ഥാനത്തിന്റെ നയപ്രഖ്യാപനം പോലും വായിക്കാൻ മനസ്സു കാട്ടാത്ത ഗവർണറാണ്. BJP നോമിനികളെ യൂണിവേഴ്സിറ്റികളുടെ സെനറ്റിൽ നിയമിക്കുകയും ചെയ്ത വ്യത്യസ്തനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണതലത്തിൽ സർക്കാരിനോടും നർഡു റോഡിൽ മുഖ്യ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി വിഭാഗവുമായും ഏറ്റുമുട്ടിയാണ് 5 വർഷത്തിലേറെ നീണ്ട കാലയളവ് പൂർത്തിയാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത്. പതിവ് ഗവർണർമാരിൽ നിന്ന് വ്യത്യസ്തമായി പരിപാടികൾക്കെല്ലാം ഓടി നടന്ന് ജനകീയതയുടെ മുഖമണിയാനും സാധ്യമായ ഇടങ്ങളിലെല്ലാം സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റാനും ആരിഫ് മറന്നില്ല. സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ 14 സർവകലാശാലകൾക്ക് സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത സാഹചര്യവും ആരിഫ് സൃഷ്ടിച്ചു വെച്ചു. ചുമതലയേറ്റതിന് പിന്നാലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെ വെടിപൊട്ടിച്ചാണ് ആരിഫ് കേരളയാത്ര തുടങ്ങിയത്. ഇതിൽ പിന്നീട് സർക്കാരുമായി അനുനയം. എന്നാൽ തുടർന്നുള്ള ഇടവേളകളിലെല്ലാം സർക്കാരുമായി ഗവർണർ ഏറ്റുമുട്ടി. ധനമന്ത്രിയായ KN ബാലഗോപാലിനുള്ള പ്ലഷർ പിൻവലിക്കുന്ന അപൂർവ നടപടിയും രാജ്ഭവനിൽ നിന്നുണ്ടായി. സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ പാരമ്യതയിലെത്തിയതോടെയാണ് കണ്ണൂർ കാലടി സർവകലാശാല VC-മാർക്ക് പദവി നഷ്ടമായത്. തെരുവിൽ തടഞ്ഞ SFI-കാരെ ക്രിമിനലുകളെന്നും ഗുണ്ടകളെന്നുമായിരുന്നു ഗവർണർ വിളിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI നടത്തിയ പ്രതിഷേധത്തിനെതിരെ കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങി നടന്നായിരുന്നു ഗവർണറുടെ മറുപടി. സർക്കാരിനെതിരെ രാജ്ഭവനിൽ ഗവർണർ വാർത്താ സമ്മേളനം നടത്തുന്ന അപൂർവ സാഹചര്യവുമുണ്ടായി. ബില്ലുകൾ ഏറെ നാൾ തടഞ്ഞുവെച്ചു. സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ പല ബില്ലുകളും രാഷ്ട്രപതിക്ക് റഫർ ചെയ്തായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികാരം തീർത്തത്.